അപ്പൊ നമുക്ക് വലിയ മാലാൻ കിട്ടിയിട്ടുണ്ടേ. വലിയ പറഞ്ഞാല് ഇടത്തരം 3 അപ്പോ അത് ഞാൻ നല്ല വൃത്തി മുറിച്ചിട്ടുണ്ട്. മുറിച്ച് പറഞ്ഞാല് എന്റെ മുറിയല്ല ഇതാ. കുറച്ച് ബോറിലാണ് മുറിച്ചത്. ഇങ്ങനെ മുറിച്ചു. അപ്പൊ ഇന്ന് ലതക്ക് പോകുന്ന റെസ്റ്റ് കൊടുത്തിനെ. അപ്പൊ ഇന്ന് കറി വെക്കൽ ഞാനാണ്, മീൻ കറി. അപ്പൊ ഇത് മുറിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി പെട്ടെന്ന് നോക്കാം. അപ്പോ ഇനി പുറത്തുനിന്ന് ആക്കുന്നു കേട്ടോ. പുറത്തടുപ്പിൽ വെച്ചിട്ട് കറി ആക്കുന്നു. ഒരു മങ്കിത്തൊപ്പിയിൽ ഇട്ടിട്ടുണ്ട്. ചെറുങ്ങനെ മഞ്ഞുണ്ട് പുറത്ത്, അതുകൊണ്ട് മങ്കിത്തൊപ്പി ഇട്ടു. അപ്പോ ഇതിനൊക്കെ ഇവിടുന്ന് നമ്മളെ ചേരുവകൾ പറഞ്ഞാല് 2 തക്കാളി എടുത്തിട്ടുണ്ടേ. നല്ല പഴുത്ത തക്കാളിയാണ്. അത് 2 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, അതിന് തന്നെ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാനുണ്ടേ. കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ വാളംപുളി ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻ ഒന്ന് അരഞ്ഞു കൊടുക്കേ, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇത് ഈ കഷ്ണാക്കുന്നില്ല, എങ്ങനെ ആക്കുന്നു കേട്ടാ. അപ്പൊ നമ്മുടെ മീൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി പറഞ്ഞാല് നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിക്കുക. ഇത് കൈ കൊണ്ട് നല്ലോണം തിരുമ്പി എടുക്കണം കേട്ടോ. ഇത് നല്ലോണം തിരുമ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. നല്ലോണം തിരുമ്പട്ടെ. അങ്ങനെ നമ്മുടെ അടുപ്പിൽ തീ പറ്റിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മുടെ കുതിർത്ത് വെച്ച നമ്മുടെ വാളംപുള്ളി വെള്ളം ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കേ. ഓക്കെ, അടുത്ത് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയെ. ഓക്കെ, മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി കാശ്മീരിയാണ്. കാശ്മീരി ലേശം വേണം നമുക്ക് സാധാ മുളക് പൊടി ഇടാം. നല്ല എരിവിലാണ് കേട്ടോ. ലേശം എടുക്കാം, നല്ല എരിവായി പോയി വിട്ടാൽ മതി. ഇനി നമ്മുടെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. അടുപ്പത്ത് വെച്ച് കൊടുക്കുക. തിളക്കട്ടോട്ടെ. അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇട്ട് കൊടുക്കുക. അടച്ചു കൊടുക്കേ. പോയിട്ട് കുറച്ച് സമയമായേ, നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ മീനെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഞേടി വെച്ച നമ്മുടെ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കറിവേപ്പില ഉണ്ട്, ഇതിലോട്ട് കൊടുക്കാം. ഒന്ന് നമ്മുടെ കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ. നല്ല ചൂട്.
ഒന്നുകൂടെ റെഡി ആവട്ടെ. ഉപ്പും പുളിയെല്ലാം ഉണ്ടോ കേട്ടെ. ഓക്കെ, ഇനി ഒന്ന് എടുത്ത് നോക്കാം. എന്നാൽ പിന്നെ ഇന്നത്തെ അത്താഴം കഴിക്കാം. അപ്പം നമ്മുടെ കറി ഇതേ, ഞാൻ ഉണ്ടാക്കിയ കറി എന്താ അടിപൊളിയല്ലേ? അപ്പം എന്നാൽ പിന്നെ ഒരു ഇത് വലിയ കഷ്ണമാണ് കേട്ടോ. ഇത് ഒന്നൊന്നും കഴിക്കാൻ കഴിയില്ല, എന്നാലും ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ബാക്കിയില്ല, അത് കഴിച്ചോട്ട്. എൻ്റെ ഒരു ഭാഗം മാത്രം കഴിക്കാം. ചാറില്ല, സൂപ്പർ ചാറല്ലേ, ഗ്രേവി അല്ലേ, സോറി നമ്മളെ കൊണ്ട് ചാറെന്നാ പറയല്ലേ. ആദ്യം നമ്മുടെ ഗ്രേവിയും കൂട്ടി ഒന്ന് കഴിച്ചോട്ടെ, കുഴച്ചോട്ടെ. ഒരു പിടി നല്ല ചൂടുണ്ട്. നമ്മൾ സൂപ്പർ. ഞാൻ വെച്ചോണ്ട് പറയല്ല, സംഭവം നല്ല കറിയാണ് കേട്ടോ. ഇത് കഷ്ണം എടുത്തോട്ടെ. ചൂട് 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 ചൂടിലേക്ക് തന്നെ ഇടാം. ചോറും എന്നൊരു കഷ്ണം എല്ലാം കൂടി ഇതാ. ഇത് നമ്മുടെ അമരവാള് വറവാണ് കേട്ടോ, തോരൻ. ഒരു കഷ്ണത്തിന് പീസ്. നല്ല മീനുമാണ് കേട്ടോ. ഇടക്കിടക്ക് നമ്മൾ ആണെങ്കിൽ കറി വെക്കുന്നത് നല്ലതാണ്. പെണ്ണുക്ക് മാത്രമല്ല, നമുക്ക് കറി വെക്കാൻ അറിയാമെന്ന് തെളിയിക്കണ്ടല്ലേ. എന്നാൽ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ.